ലേയിലെത്തിയതിൻ്റെ അടുത്ത ദിവസം താമസിച്ച ഹോട്ടലിൽ നിന്ന് ഇറങ്ങി സിം എടുക്കാനും ഒന്ന് രണ്ട് മറ്റാവശ്യങ്ങൾക്കുമായിട്ട് ടൗണിലെ മെയിൻ മാർക്കറ്റ് എന്ന് വിളിക്കുന്ന സ്ട്രീറ്റിലെത്തി. സിം എടുക്കാൻ അന്വേഷിച്ചാണ് തന്നെ സ്ഥലം നമുക്ക് കിട്ടിയിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും അവസാനം സിം കിട്ടി, ആക്ടിവേറ്റ് ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ മെയിൻ മാർക്കറ്റിലാണ്. ഈ ശരിക്കും നമ്മുടെ MG മാർഗും അതുപോലെ മണാലി ഓൾഡ് എന്താ മാൾ റോഡ് അല്ലേ, മാൾ റോഡൊക്കെ പോലെ തോന്നുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ വണ്ടിയൊന്നും കടത്തില്ല, ഇങ്ങനെ ഈ പാവിങ് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇങ്ങനെ കടകളൊക്കെ, അതായത് എനിക്ക് തോന്നുന്നത് ടൂറിസ്റ്റുകളൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് ഈവനിങ് ഒക്കെ ചിലവഴിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം തോന്നുന്നു. ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമൊക്കെ ഉണ്ട് അല്ലേ. ഇവിടെ ശരിക്കും ഇപ്പോൾ സമയം 12 മണിയാണ്, 12:15. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അതാണിപ്പോ വേണ്ടത്. അത്യാവശ്യമായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടണം. ടിബറ്റൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, എനിക്കത് പറ്റുമോ? യമാദാസി കിട്ടും, യമാദാസി എവിടെ? അവസാനം നമ്മൾ അവിടെ കണ്ടുപിടിച്ചു. ഫെബിയൊക്കെ ഒരു പരുവായിട്ടുണ്ട്. വിശന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല, നടക്കാനും പറ്റില്ല. എനിക്ക് ശ്വാസം പ്രശ്നമുണ്ട് അല്ലേ. വെള്ളം കൂടെ കരുതണം കേട്ടോ നടക്കുമ്പോ. വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടല്ലോ അത്യാവശ്യം, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ നടക്കുമ്പോ കുടിച്ചോണ്ടിരിക്കണം തോന്നുന്നു. വെള്ളം അത്യാവശ്യം കുടിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും പോരാൻ തോന്നുന്നു. ഫുൾ ടൈം വെള്ളം കുടിച്ചോണ്ടിരിക്കണം എന്നാണ് തോന്നുന്നത്. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ നമ്മൾ വന്നേ, നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴും താഴത്തേക്ക് ഇങ്ങനെ കാണും കേട്ടോ നമ്മുടെ ഈ പറഞ്ഞ ഓൾഡ് മാർക്കറ്റ്. ഇവിടെ ഇപ്പം ഉച്ചയ്ക്ക് അധികം തിരക്കില്ല, ബാക്കിലേക്ക് കുറച്ച് തിരക്ക് കാണുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്ന ഇവിടുത്തെ ഒരു ഏറ്റവും മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഈവനിങ് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. സ്ട്രീറ്റ് ഫുഡ് സംഭവങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ. അങ്ങനത്തെ ഒരു വൈകുന്നേരം നല്ല വൈബുള്ള സ്ഥലമാണ് നമുക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും വൈകിട്ട് വണ്ടിയൊന്നും കയറാത്ത സ്ഥലമാണ്, അത് തന്നെ ഏറ്റവും വലിയൊരു പോയിന്റാണ്. വണ്ടി കയറണം. പക്ഷെ എന്താ അറിയോ, എന്ത് വാങ്ങിയാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, എന്ത് വാങ്ങിയിട്ട് അതുകൊണ്ടൊരു മുട്ട സൂചി പോലും നമ്മൾ വാങ്ങുന്നില്ല അല്ലേ. നിനക്ക് അത്യാവശ്യമാണെങ്കിൽ വാങ്ങിക്കോ, ഒരു പെട്ടിയിലാക്കി കൊറിയർ ചെയ്താൽ മതി നാട്ടിലേക്ക്. നല്ല ഐഡിയ. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ആലോചിക്കാം. എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തു, ഫ്രൈഡ് റൈസും പിന്നെ ബട്ടർ ചിക്കനും. ഞാൻ പറഞ്ഞാണ് ഇവിടെ ഇറ്റാലിയൻ അല്ല എന്തൊക്കെയോ ക്യൂസിൻ ഉണ്ട്, ഇസ്രായേൽ ക്യൂസിനൊക്കെ ഉണ്ട്. ട്രൈ ചെയ്യാനൊരു മൂഡിലല്ല. ഇപ്പൊ വിശന്നിട്ടേ അതെ അതെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ സ്പെഷ്യൽ ഫുഡ് ഞങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഫുഡ് എത്തിക്കാം. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത സാധനം വന്നു. ഇത് ഫ്രൈഡ് റൈസ് ആണ്, പിന്നെ എന്തുവാണ്, ഇതാണ് നമ്മുടെ ബട്ടർ ചിക്കൻ, പിന്നെ റൊട്ടി ഉണ്ട്. പനി ചെയ്ത് വയ്യ. അപ്പോൾ എന്തായാലും ഇനി കഴിക്കട്ടെ. കഴിക്കുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല, വയ്യ, പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ. നമ്മളിവിടെ ലേയിലെ ഓൾഡ് മാർക്കറ്റിൻ്റെ ഇടയിലുള്ളൊരു പോസ്റ്റ് ഓഫീസിൽ വന്നാണ് കേട്ടോ. വെറുതെ കുട്ടികൾക്കൊക്കെ ഓരോ പോസ്റ്റ് കാർഡ് അയക്കാന്ന് വിചാരിച്ചു. അപ്പൂനും ആദിക്കും അല്ലേ? ഏതാ അപ്പൂനിടാ? അപ്പൂനിതേ നുബ്ര വാലിയിൽ മാത്രം കാണുന്ന ഒരു ഒട്ടകമാണ്. 2 പൂഞ്ഞുള്ള ഒട്ടകം. പിന്നെ ആദിക്ക് ലേയുടെ ഒരു ഫോട്ടോ. ഒരു പോസ്റ്റ് കാർഡിന് 20 രൂപയാണ്. പിന്നെ 10 രൂപയുടെ സ്റ്റാമ്പ്. സ്റ്റാമ്പ് ഒട്ടിക്കാൻ അറിയോ? അല്ലാതെ ഈ കത്തയച്ചിട്ടുണ്ട് ആർക്കെങ്കിലും? പിന്നെന്താ, പണ്ടൊക്കെ അയച്ചിരുന്നില്ലേ, പരിചയമൊക്കെ ഉണ്ടല്ലേ. പോസ്റ്റ് കാർഡൊക്കെ പോസ്റ്റ് ചെയ്തു. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഇവിടെ ഇങ്ങനെ നല്ല രസമാണ്. ഐസ്ക്രീം കട, കഫേ, കോഫി ഷോപ്പുകളൊക്കെ. പക്ഷേ ഈ സമയത്ത് നല്ല വെയിലാണ്. സ്ട്രീറ്റിന്റെ ഒരു ഭാഗത്ത് മാത്രമേ തണലുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നടുവിൽ ഇങ്ങനെ പാർക്ക് ബെഞ്ചുകളൊക്കെ കുറേ ഉണ്ട്. അവിടെയൊക്കെ ഈവനിങ് ആണെങ്കിൽ അവിടേക്ക് ഇരുന്ന് കഴിക്കാം. ഈ സമയത്തൊക്കെ ഇരുന്നാൽ പൊള്ളും. ലേയാന്നോട്ട് കാര്യമില്ല, നല്ല ചൂടാ. ഞങ്ങൾ ജാക്കറ്റ് ഇട്ട് ഇറങ്ങാൻ എന്താണേ, വൻ കോമഡി ആയിരുന്നു ജാക്കറ്റ് ഇട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം നല്ല ഹാർഡായിട്ടുള്ള റൈഡൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള സ്ഥലത്ത് സ്ട്രീറ്റിൽ വന്നപ്പോൾ ഇന്ന് പോകാൻ തോന്നുന്നില്ല. ഓൾഡ് മാർക്കറ്റിൽ നിന്ന് നേരെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫൈസിൽ താമസിച്ചിരുന്ന റൂം നമുക്ക് റെക്കമെൻഡ് ചെയ്തായിരുന്നു ഫൈസിൽ. അത് നല്ലൊരു ആംബിയൻസ് ആണ്, ഒരു ചെറിയ കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് ഫൈസിൽ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ആ ലൊക്കേഷൻ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ വന്നിട്ട് ആക്ച്വലി കുറച്ച് സമയമായി. നമ്മൾ റൂമിൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ഇനി പുറത്തിറങ്ങുകയാണ്, സിറ്റിയിലൊക്കെ ഒന്ന് പോകണം. അതുപോലെ നമ്മുടെ ലഗേജ് ഇന്നലെ താമസിച്ച ഹോട്ടലിൽ തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം ഇതൊക്കെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് പതുക്കെ എടുത്ത് വരാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചാണ്. അപ്പോൾ ഇത് അധികം ദൂരമൊന്നുമില്ല, നമ്മൾ താമസിച്ചതിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ഈ വഴി ഭയങ്കര രസമാണ്. ഇങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റില്ല കേട്ടോ. ബൈക്ക് അവിടെ പുറത്തൊരു സേഫ് സ്ഥലത്ത് പാർക്ക് ചെയ്തേക്കാണ്. കണ്ടോ, വെറും കല്ല് അടുക്കി വെച്ചിട്ടുള്ള മതിലാണേ. കണ്ടോ, ഈ മതിലിൻ്റെ ഈ ഭാഗമൊക്കെ കണ്ടോ, 2 ഭാഗത്തും ഇങ്ങനെ
മതിൽ വെച്ചിട്ടുള്ള ചെറിയൊരു വഴി. ഇത് നോക്കിയേ, വെറുതെ വലിയ വലിയ കല്ലിങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളൊരു വഴിയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ ജൂലൈ ഗസ്റ്റ് ഹൗസ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്കിത് അത്ര ഒരു രസം തോന്നില്ല. ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലേസാണെന്ന് തോന്നും. ജൂലൈ ഗസ്റ്റ് ഹൗസ്. ജൂലൈ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹിമാചൽ പ്രദേശിലെ ചില ഭാഗങ്ങളിലും ഇവിടെ ഒരു പഠിപ്പുണ്ട്, പഠിപ്പിൽ തന്നെ കിടക്കാം. ഹിമാചൽ പ്രദേശിലെ ചില ഭാഗങ്ങളിലും അതുപോലെ ലേ ലഡാക്കിലൊക്കെ നമസ്കാരം എന്നും നമസ്തേ എന്നൊക്കെ പറയുന്ന ഒരു വാക്കാണ് ജൂലൈ. ആ പേരിലാണ് ജൂലൈ ഗസ്റ്റ് ഹൗസ്. കണ്ടോ, ഇങ്ങനെ വരണം. നമുക്ക് വണ്ടി വരാൻ പറ്റില്ല എന്നുള്ള ഒറ്റ പോരായ്മയുള്ളൂ, പക്ഷേ അതൊരു പോരായ്മയായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് ജൂലൈ ഗസ്റ്റ് ഹൗസ്. ഫെബി ഇതിനകത്ത് എവിടെ ഉണ്ടായിരുന്നു? ഫെബി സത്യത്തിൽ പെട്ടിരിക്കുക തോന്നുന്നുണ്ട്. ദീദീൻ്റെ അടുത്ത് കുടുങ്ങിയിരിക്കുകയാണ്. ദീദി പോയി. ഹായ് ദീദി, അസ്സലാമു അലൈക്കും. ഈ ദീദിൻ്റെ ഉണ്ടോ ഈ ഗസ്റ്റ് ഹൗസ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് ഇപ്പോൾ പുറത്തിറങ്ങുകയാണ്. ഫെബി എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഒരു വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ എനിക്ക് അപ്പം വീട്ടിൽ പോകാൻ തോന്നുന്നു. ശരിക്കും നമ്മളെ വീട്ടിലൊക്കെ താമസിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. റൂം ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ബിൽഡിങ്, ഗസ്റ്റ് ഹൗസ്. ദീദിൻ്റെ ഒക്കെ താമസിക്കുന്ന വീടാണ്. അതിനകത്ത് കുറച്ച് എക്സ്റ്റൻഷനൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ മുകളിലൊക്കെ റൂമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുകയാണ്. കണ്ടോ, ഒരു കുഞ്ഞ് ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. അതെ അതെ, ഈ കളർഫുൾ ആയിട്ടുള്ള പൂക്കളും ഒക്കെ ആയിട്ട് നല്ല സെറ്റാണ്. റൂം അപ്പുറത്താണ്, നമ്മളിപ്പോൾ ലോക്ക് ചെയ്ത് ഇറങ്ങി. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം. ഇനിയിപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് പോകണം, ലഗേജ് എടുക്കണം. ഈ മരം എന്താണെന്ന് നമുക്കൊന്ന് ദീദിയോട് ചോദിക്കാം കേട്ടോ. ചോദിച്ചോ, മനസ്സിലായില്ല. എങ്ങനെയാ ചോദിച്ചേ? ദീദി പേടെന്ന് എനിക്ക് അറിയൊന്നുമില്ല. കാര്യം മനസ്സിലായി. എന്നിട്ട് എന്ത് പറഞ്ഞു? ദീദി എന്തോ ഒരു ലത പേടുന്ന എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. പിന്നെ ദീദി കുറേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ദീദി ഹിന്ദി നടക്ക്, നീ പിന്നെ പഠിക്കാം. തൽക്കാലം പിന്നെ വന്നിട്ട് ചോദിച്ചോക്കാം ദീദിൻ്റെ അടുത്ത്. കണ്ടോ, വീണ്ടും ഒരു പഠിപ്പുരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെ അത് കടന്നിട്ടാണ് വരുന്നത്. എന്തായാലും സംഭവം നൈസാണ്. ഈ വഴി കണ്ടപ്പോൾ നമുക്ക് ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ലഗേജ് എടുക്കാതിരുന്നതും. നമുക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ വന്നിട്ട് എടുത്താൽ മതിയല്ലോ വെച്ചിട്ട് വീണ്ടും നമ്മുടെ മെയിൻ മാർക്കറ്റിലെത്തി. കുറച്ചു നേരം കറങ്ങി നടന്നു, കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങി കഴിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടലിൽ നിന്ന് ലഗേജും എടുത്തിട്ട് രാത്രി ആയപ്പോഴാണ് ഹോം സ്റ്റേയിൽ തിരിച്ചെത്തിയത്. അടുത്ത ദിവസമാണ് നമ്മൾ കർദുംഗ്ലയിലേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ വീണ്ടും ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് നമ്മൾ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ് എന്ന് പറയുന്ന കർദുംഗ്ല എന്ന സ്ഥലത്ത് ഇവിടെ വന്ന സ്ഥിതിക്ക്, ലേയിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ ലേയിൽ ഒരുപാടൊന്നും എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ചില സ്ഥലങ്ങളൊക്കെ അല്ലേ, കുറേ പേര് പോയതും കുറേ പേര് കണ്ടതും വീഡിയോ ചെയ്തൊക്കെയാണ്. പക്ഷേ നമുക്കും ഇവിടെ വന്നപ്പോൾ ഫെബിക്ക വന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. ഞാൻ ഒരിക്കൽ പോയതാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പുറപ്പെടുകയാണ്. ഇപ്പോൾ അതാ ഫുൾ സെറ്റായി. ബൈക്ക് നമ്മൾ ഇവിടെ ഇട്ടിരുന്നു കേട്ടോ, സേഫാണ്. അവരുടെ അങ്ങോട്ട് വരുന്ന എല്ലാ വണ്ടികളും ഇവിടെ തന്നെ ഇടാറുള്ളത്. ഇവിടെ വന്നിട്ട് നമുക്ക് കർദുംഗ്ലയിൽ പോകാൻ പെർമിറ്റ് എടുക്കണം. നമ്മൾ അരുണാചൽ പ്രദേശ് പോയപ്പോൾ ILP എടുത്തില്ല. അതുപോലെ തന്നെ ഇന്നർ ലൈൻ പെർമിഷൻസ് വേണം ഓരോ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യാം അല്ലേ, സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയോ, പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മീൻസ് ഇപ്പോൾ നമ്മളെ കാർഡ് ഉപയോഗിച്ചാൽ പേ ചെയ്യുന്നെങ്കിൽ OTP നമ്മുടെ നാട്ടിലെ നമ്പറൊക്കെ വരിക, അതിവിടെ വർക്ക് ചെയ്യില്ല. പിന്നെ ഗൂഗിൾ പേ ഉപയോഗിച്ച് പേ ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഗൂഗിൾ പേയിലും ആ സെയിം സിമ്മ് ആക്റ്റീവായിട്ട് നമ്മുടെ ഫോണിലില്ലെങ്കിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല. ഈസി ആയിട്ട് എനിക്ക് തോന്നി ഇവിടെയുള്ള കുറെ ഓൺലൈൻ ഇങ്ങനെ കഫേകൾ ഉണ്ടല്ലോ, അതെ അതെ, അവിടെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ. അതെ, ഓൺലൈൻ സർവീസസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പോയപ്പോൾ അവർ വലിയ സർവീസ് ചാർജ് ഇല്ല, 100 രൂപയുള്ളൂ സർവീസ് ചാർജ് അവർ ഈടാക്കിയത്. അങ്ങനെ അവർ എടുത്തു പുറപ്പെടാം അല്ലേ. നമ്മളിപ്പോൾ കർദുംഗ്ല റോഡിലൂടെ കുറച്ച് ദൂരം ഓടിട്ടോ. ലേ സിറ്റിയിൽ നിന്ന് കുറച്ചിങ്ങനെ വന്നപ്പോൾ തന്നെ നല്ല കയറ്റം കയറാൻ തുടങ്ങി. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ഇങ്ങോട്ടുള്ള യാത്രയിൽ പലതരത്തിലുള്ള ടെറൈൻസ് കണ്ടു, പലതരം മലകൾ അല്ലേ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഉണങ്ങിയ മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ട പോലത്തെ മലകളാണ്. പച്ചപ്പിൻ്റെ ഒരു ചെറിയ നാമ്പ് പോലും കാണാത്ത കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുള്ള മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ട പോലത്തെ മലകളാണ്. ഇത്രയും കയറിയപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലേ സിറ്റീൻ്റെ ഒരു ബേർഡ്സ് ഐ വ്യൂ കാണാൻ പറ്റും. അതായത് ഇങ്ങനെ ഉണങ്ങിയ സ്ഥലത്തിൻ്റെ നടുവിൽ ഒരു ചെറിയ പച്ച തുരുത്ത് പോലെ ഒരു വലിയ സിറ്റി. പിന്നെ ആ സിറ്റിൻ്റെ അപ്പുറത്ത് ഇപ്പോഴും ഏറ്റവും ടോപ്പിൽ മഞ്ഞ് പേറി നിൽക്കുന്ന മലകളും കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുള്ളൊരു വ്യൂ ആണ് ഇവിടെ. ഗോൻഫ ലേ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ആൾട്ടിറ്റ്യൂഡ് പറഞ്ഞാൽ 13,000 ഫീറ്റ് മാത്രമാണ്. നമ്മളിനി വളരെ പെട്ടെന്ന് തന്നെ കർദുങ്ല എന്ന് പറഞ്ഞാൽ 18,000 സംതിങ് ഫീറ്റിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തും. ഒരുപാട് ദൂരമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ പോകാം അല്ലേ. ഇത് ചുരത്തിൻ്റെ ഉള്ള ഒരു വളവാണ് കേട്ടോ. ടാക്സികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ. നല്ലൊരു പണി കിട്ടി കേട്ടോ. നമ്മൾ ആ ദൂരം എന്നുള്ള ലേ ടൗണിൻ്റെ കാഴ്ച കണ്ടിട്ട് നമ്മളിങ്ങനെ അവിടുന്ന് പുറപ്പെടാൻ നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു ബൈക്കർ വന്നിട്ട് പറഞ്ഞു നമ്മുടെ വണ്ടിൻ്റെ ബാക്ക് ടയറിൽ കാറ്റ് കുറവാണ്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പഞ്ചറാണ്. എന്തായാലും നമ്മൾ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. കർദുങ്ങിലൊക്കെ പോകുന്ന വഴി അവിടെ എത്തിയിട്ടൊക്കെ ആണെങ്കിൽ പണിയായിരുന്നു. പിന്നെ 2 ഫ്രണ്ട്സ് വന്നു കേട്ടോ. അവർ ബാംഗ്ലൂരിൽ നിന്ന് റൈഡ് വരുന്ന 2 പേരാണ്. അവർ വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ മീറ്ററും അതുപോലെ എന്താ പറയുക പ്രഷർ മീറ്ററും പമ്പും എല്ലാം ഉണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്തപ്പോൾ നല്ല എയർ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പഞ്ചറാന്ന് കൺഫേമായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോന്നു. തിരിച്ച് പോകുന്നതാണ് കോമഡി. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലേ ടൗണും കഴിഞ്ഞിട്ട് കുറേ അങ്ങോട്ട് ബാക്കിലേക്ക് പോരേണ്ടി വന്നു ഒരു പഞ്ചർ കട കിട്ടാൻ അല്ലേ. ഇത്രയും ബൈക്കേഴ്സ് ഉള്ള സ്ഥലമാണ്. എന്നിട്ടൊരു പഞ്ചർ ഷോപ്പ് ആ ഭാഗത്ത് ടൗണിലൊന്നുമില്ല. എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊന്നും അറിയില്ല. ചോദിച്ചവരൊക്കെ പറഞ്ഞത് ഈ ഭാഗത്തേക്കാണ് വരാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് ടൗൺ വിട്ടിട്ടൊരു മൊത്തം നമ്മൾ നിന്ന ഭാഗത്ത് ഒരു 6-7 കിലോമീറ്റർ ഓടി. ഇവിടെ എത്തിയപ്പോൾ വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചർ അടക്കം അവരഴിക്കില്ല. വേറെ മെക്കാനിക്കിൻ്റെ അടുത്ത് പോയിട്ട് ടയർ അഴിച്ച് കൊടുന്നു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് വന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് അയച്ചുകൊണ്ടിരിക്കണം. ഇനി ഇതിവിടുന്ന് അയച്ചിട്ട് അപ്പുറത്ത് പഞ്ചർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പഞ്ചർ അടച്ച് തിരിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇവിടെ ഏതെങ്കിലും ഇവിടെ കടയുണ്ട്. ഫെബി നോക്കണോ അതോ ടൗണിൽ പോകുമ്പോൾ ടൗണിൽ കഴിച്ചാൽ മതിയോ? എന്താ ഇവിടെ കുറച്ച് ടൈം പോകുന്നുണ്ടായാലും ആ ടൈം യൂട്ടിലൈസ് ചെയ്യാലോ അല്ലേ. അയ്യാ ഇത് അച്ചായ ഫുഡ് ഖാന അച്ചായ അതേക്കാ നോക്കി വെക്കാനാ പറഞ്ഞ പുള്ളി. ഞാൻ പോയി നോക്കാം. അപ്പോൾ എന്തായാലും ടയർ അയച്ചിട്ട് നമ്മൾ അത് കൊടുത്തപ്പോൾ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നേരത്തെ ഉള്ള പഞ്ചർ തന്നെയാണ് പഞ്ചർ അയക്കണത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ട്യൂബ് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്യൂബ് മാറ്റാൻ ഏൽപ്പിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. തൊട്ടിപ്പുറത്തുള്ളൊരു കടയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റൊട്ടി ഉണ്ട്, ഓംലെറ്റ്, പിന്നെ ഇതേ പൊരിച്ച മുളകുണ്ട്, പിന്നെ കട്ടൻ ചായ, നല്ല ലൈറ്റ് കട്ടൻ ചായ. എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ ചായ. എന്നാൽ കഴിച്ചോ. കഴിച്ച് കഴിയുമ്പോഴത്തേക്കും തുടങ്ങിയല്ലേ, കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ട്യൂബ് മാറ്റട്ടെ. അതിനുശേഷം നമുക്ക് കർദുങ്ങിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വണ്ടി സെറ്റായി, പുതിയ ട്യൂബ് ഇട്ടു, ഓക്കെ ആയി. ഇനി പുറപ്പെടാം. ഫെബി ഇതാ ചായക്കടയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ. ഫെബി വാടോ. ആവനാ ആ ട്യൂബൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും പുറപ്പെട്ടു കേട്ടോ. നമ്മൾ നേരത്തെ ആ നിന്ന വ്യൂ പോയിന്റ് കഴിഞ്ഞ് പിന്നെയും കുറേ ഇങ്ങോട്ട് പോന്നു. കുറേ ദൂരമായിട്ട് നമ്മുടെ കൂടെ ഒരു പച്ച തുരുത്ത് ഇങ്ങനെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇങ്ങനെയുള്ള ഡ്രൈ ആയ സ്ഥലത്താണ് കുറേ ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെ ഉള്ള ഒരു പച്ച തുരുത്ത്. ഭയങ്കര അത്ഭുതമായിരുന്നു. നമ്മൾ ഒരുപാട് ദൂരം ആ ഒരു തുരുത്തിന് സമാന്തരമായിട്ടുള്ള റോഡിൽ കൂടി അങ്ങനെ വന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ സിറ്റി കഴിഞ്ഞിട്ട് കുറച്ച് കയറി കഴിഞ്ഞാൽ ഈ വഴി വന്ന എല്ലാ യാത്രക്കാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ചെറിയൊരു ഷെഡ് കെട്ടിയിട്ട് കുറച്ച് ടീം അവിടെ വാഹന പരിശോധനക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അസൽ ഗുണ്ടായിസാണ്. അപ്പോൾ നമ്മളവിടുന്ന് രക്ഷപ്പെട്ടു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വാടകയ്ക്ക് എടുത്തിട്ട് വരുന്ന വണ്ടികൾ അവരിങ്ങോട്ട് അലോ ചെയ്യില്ല. അത് ഗവൺമെൻറ്റിൻ്റെ സംവിധാനമൊന്നുമില്ല കേട്ടോ. ഇവിടെ ലേയിൽ ബൈക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ആ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ, അവരുടെ ഗുണ്ടായിസാണ്. കാരണം നമ്മൾ വേറെ ഇവിടുന്ന് സ്വന്തം ബൈക്കല്ലാതെ സ്വന്തം പേരിലുള്ള അല്ലാത്ത വണ്ടികൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ തടുക്കും.
എന്നിട്ട് ഇപ്പോൾ HP ഹിമാചൽ പ്രദേശത്തെ ബൈക്ക് കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബൈക്ക് ലേയിൽ വെച്ചിട്ട് നമ്മൾ അവിടുന്ന് അവരുടെ കയ്യിൽ നിന്നുള്ള ബൈക്ക് വാടകയ്ക്ക് എടുത്തിട്ട് പോരണം. അതൊരു അലിഖിത നിയമമാണ്. ഗവൺമെൻറ് അതിനൊരു മൗനാനുവാദം നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. ഇനിയിപ്പോൾ അവർ ചോദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളാരാത് ചോദിക്കാമെന്നുള്ളൊരു അങ്ങനെ ചോദിക്കണം എന്നുള്ള പ്ലാനിലാണ്, ആകെ ഉടക്കാം എന്നുള്ള പ്ലാൻ തന്നെ നമ്മൾ വന്നത്. പക്ഷേ നമ്മൾ KL വണ്ടി കണ്ടപ്പോഴാണോ എന്താണെന്നല്ല, അവർ ചോദിച്ചൊന്നുമില്ല, ഇങ്ങനെ പോയിക്കോണം പറഞ്ഞു. അപ്പോൾ എന്തായാലും അതൊക്കെ പാസ് ചെയ്തിട്ട് ഇപ്പം നമ്മളിങ്ങോട്ട് പോന്നു. ഇനിയൊരു 10-28 കിലോമീറ്ററും കൂടി ഉണ്ടാവും. പിന്നെ ഒരുപാട് സമയം അവിടെ നിൽക്കണ്ടെന്ന് തോന്നുക, പക്ഷേ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ അല്ല, കുറച്ച് സമയം നിന്നാൽ നല്ലതാണ്. ഇനിയും മുകളിലേക്ക് ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ നമ്മൾ അതിനിങ്ങനെ സെറ്റായി വന്നോളും. അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞു. നമുക്കിനിയും കുറേ ബൈക്കേഴ്സ് പോകുന്നുണ്ട് കേട്ടോ. നമുക്കിനി പോവാം. ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തിയിട്ട് തോന്നുന്നു മൊത്തം ബ്ലോക്ക് ആയിരിക്കണം. നല്ല രസമുള്ള സ്ഥലം തോന്നുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് നല്ല ലേ ടൗണിൻ്റെ വ്യൂ കിട്ടും. അതുകൊണ്ട് എല്ലാ വണ്ടിക്കാരും അവിടെ നിന്നുകൊണ്ടേ ഫുള്ള് ബ്ലോക്ക് ആയിക്കോണ്. അങ്ങനെ നമ്മൾ ലേന്ന് പുറപ്പെട്ടിട്ട് കർദുമലക്കടയിലുള്ള സൗത്ത് പുല്ലു പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴാണ് കേട്ടോ ചെക്കിങ് ഉള്ളത്. നമ്മുടെ പെർമിഷൻ എടുത്തതൊക്കെ അവർ ചെക്ക് ചെയ്തു. നമ്മൾ 2 കോപ്പി എടുത്തിരുന്നു, 1 കോപ്പി അവിടെ കൊടുത്തു. അതായത് കുറേ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർക്ക് കൂടുതൽ കോപ്പി എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ വെച്ചിട്ടാണ് പെർമിറ്റ് പരിശോധിക്കുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റും ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും വെള്ളമോ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിലൊക്കെ വാങ്ങാം. നമ്മളങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. ചെറിയ രീതിയിൽ ശ്വാസത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷേ തണുപ്പ് എല്ലാം കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശ്വാസത്തിനേക്കാളും വലിയ പ്രശ്നം വണ്ടീൻ്റെ ശ്വാസമാണ്. വണ്ടി വലിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ കയറ്റം പതുക്കെ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനൊപ്പം ഫ്ലാറ്റായ റോഡാണെങ്കിൽ പോലും നമ്മൾ ഫുൾ ആക്സിലേറ്റർ കൊടുത്താലും ഒരു 35-40 അപ്പുറം സ്പീഡ് പോവില്ല. ഭയങ്കര മിസ്സിങ് ഉള്ള പോലെ. ഓക്സിജൻ്റെ കുറവ് കാരണമാണ്. കുറേ ബൈക്കേഴ്സ് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഒരു ബോർഡ് കാണിച്ചു തരാം. കണ്ടോ, പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി എന്ന് എഴുതി വെച്ച ബോർഡ് കണ്ടോ. ഒരു വണ്ടി കൊക്കയിലേക്ക് മറിഞ്ഞ ഒരു വണ്ടി എടുത്തിട്ട് അതൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്, അതിലാണ് എഴുതി വെച്ചേക്കുന്നത്. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാം. ഇതിലേറെ നന്നായിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം. ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. ജ്യൂസ് റോഡ് കണ്ടോ, ഇവിടുന്ന് നോക്കുമ്പോൾ താഴേക്ക് നല്ല രസമല്ലേ. അതാണ് താഴേക്ക് നോക്കിയേ, റോഡ് കാണാൻ ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ കയറി വന്ന വഴികളാണ്. എത്ര പോയാലും നമുക്ക് ആ ദൂരത്ത് ലേ സിറ്റി കാണാൻ പറ്റും. കണ്ടോ, അവിടെയാണ് ലേ ടൗണ്. അവിടെ ദൂരെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പട്ടാൾക്കാരുടെ വണ്ടികൾ ഇങ്ങനെ കയറി വരുന്നുണ്ടോ വരിയായിട്ട്. നമുക്ക് വഴിയിൽ നിന്ന് ഒരു 3 മച്ചന്മാരെ കിട്ടിട്ടോ. ഹായ്, പേര് സിദ്ദീഖ്, റഷീദ്, അഫ്സൽ, മംഗലാപുരം. പിന്നെ പട്ടാമ്പി, നമ്മുടെ നാട്ടുകാരനാണ്. മംഗലാപുരം തന്നെ. നടന്നാണോ വരുന്നത്? ഹിച്ച് ഹൈക്കിംഗ് ആണ്. വെരി നൈസ്. ഈ 3 ആളാകുമ്പോൾ എങ്ങനെയാ നമുക്ക് ലിസ്റ്റ് കിട്ടുക? ഓഹോ, ഇപ്പൊ ഇനി വണ്ടി കിട്ടുമോ നോക്കിയിട്ട് നടക്കുകയാണോ അതോ? അടിപൊളി. നീ വഴിയിൽ നിന്ന് വണ്ടി കിട്ടിയാ കയറും. ഇനി എങ്ങോട്ടാ പരിപാടി? ലേയിലേക്കാ? അല്ല, അവിടുന്ന് അടിപൊളി. ഇല്ല എന്നിറങ്ങിയതാ? ഒരുമിച്ച് ഇറങ്ങിയല്ലേ? അങ്ങനെ വഴിയിൽ നിന്ന് 2 കുട്ടിയാണ് ഒറ്റക്ക് ഇറങ്ങിയാണ്. ഓക്കെ അടിപൊളി. ഓക്കെ അപ്പൊ എന്തായാലും കാണാൻ പറ്റിയ സന്തോഷം. ഓക്കെ, വീണ്ടും കാണാം. ലേയിൽ എവിടെ താമസം?
ടെന്റ് ഉണ്ട്. അപ്പൊ ആയിക്കോട്ടെ, സന്തോഷം. ബൈ. ഹാപ്പി ജേണി. ഓക്കെ ഓക്കെ. ആ ബൈ ബൈ ബൈ. അവരിങ്ങനെ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ നടക്കട്ടെ. നല്ല വൈബ് ടീംസ് അല്ലേ? അടിപൊളി. ഓരോരുത്തരുടെ ഓരോ ത്രില്ലുകളെ, ഓരോരോ ഹരങ്ങളാണ്. രസമാണ്. പോവല്ലേ? അവസാനം നമ്മൾ കർദുംഗ്ലയിലെത്തി. ഈ ഭാഗം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ലേയിൽ നിന്ന് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള കാരവാൻ പാതയിലായതുകൊണ്ട് കർദുംഗ്ലയ്ക്ക് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുണ്ട്. പണ്ട് കാലത്ത് വർഷം തോറും 10,000-കണക്കിന് കുതിരകളും ഒട്ടകങ്ങളും ചരക്കുകളുമായി കടന്നുപോയിരുന്ന പാതയാണിത്. കമ്പിളി, വെള്ളി, ചായ, മിഠായി, തൊലികൾ, വെൽവെറ്റുകൾ, പട്ട്, സ്വർണം, പരവതാനികൾ, കസ്തൂരി, പവിഴം തുടങ്ങിയവയെല്ലാം വടക്ക് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പരുത്തി സാധനങ്ങളും ഷാള്, ഇഞ്ചി, ഗ്രാമ്പു, കുരുമുളക്, തേന്, പുകയില, കരിമ്പ്, ബാർലി, അരി, ഗോതമ്പ്, മറ്റു ധാന്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ടും കൊണ്ടുപോകാൻ ഈ പാത ഉപയോഗിച്ചിരുന്നു. ഇന്ന് ലേ സന്ദർശിക്കുന്ന മുഴുവൻ സഞ്ചാരികളും നിർബന്ധമായും വരുന്ന സ്ഥലമാണ് കർദുംഗ്ല. എന്താ പറയുക, സന്തോഷമുള്ള നിമിഷമാണ് കേട്ടോ. ഞാൻ മുമ്പൊക്കെ വന്നാണെങ്കിൽ പോലും ഫെബിൻ്റെ കൂടെ ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ്. വണ്ടി ഓടിക്കാൻ പറ്റിയ ഏറ്റവും ഉയരം കൂടിയ റോഡ് ഇതാണ് ലോകത്തിൽ തന്നെ. അപ്പോൾ അത് വലിയ സന്തോഷമാണ് അല്ലേ? 17,982 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ്. നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഓക്സിജൻ റെസ്റ്റോറൻറ്റ്. നേരത്തെ ഇവിടെ വരുമ്പോഴൊക്കെ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, മിക്കവാറും ഉണ്ടാവും, നമുക്ക് നോക്കി വെക്കാം. 25 മിനിറ്റിൽ കൂടുതൽ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമുക്ക് ചുറ്റി കാണാം. ഇവിടെ ഈ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, വെൽക്കംസ് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാണ് ഇവിടെ ഏറ്റവും വലിയ തിരക്ക് കേട്ടോ. തിരക്കിയിട്ടൊക്കെ ഇടിച്ച് കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അതായത് വരുന്ന എല്ലാവർക്കും അതൊരു ആവശ്യമാണല്ലോ, അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ കണ്ടോ, ഇത്രയും ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ പിന്നെ ഇടിച്ച് കയറിയിട്ട് ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു അല്ലേ? എന്തായാലും നമുക്ക് നമ്മൾ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തു. ഇവിടെ ഒരുപാട് മിലിറ്ററിയുടെ വാഹനങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. റോഡ് മൊത്തം ബ്ലോക്കാണ്. സിയാച്ചിൻ വാരിയേഴ്സ്. ഇവിടെ കുറച്ച് മഞ്ഞുണ്ട്. അപ്പോൾ ഫെബിക്ക് മഞ്ഞിന്നൊരു ഉരുട്ടിയിട്ട് എറിയണമെന്ന് ആഗ്രഹമുണ്ട് കുറേ ആയിട്ട്. ചവിട്ടിയിട്ട് ചളിയാക്കിയിട്ട് ഒരു വൃത്തിയില്ലാത്ത മഞ്ഞാണ്. എങ്കിലും നമുക്ക് അതൊന്ന് പോയി നോക്കാം. നടക്ക്. ഇവിടെ കണ്ടോ അതുണ്ടോ, ഈ ബോർഡിൽ കണ്ടോ, സിയാച്ചിൻ വാരിയേഴ്സ് ഹെൽത്ത് അഡ്വൈസറി, ബി കോഷ്യസ്, യു ആർ അറ്റ് 18,000 feet above sea level. Oxygen level is very low here. Do not halt here for more than 20 minutes. ആണോ, 20 മിനിറ്റ് കൂടുതൽ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. വെള്ളം ഒരുപാട് കുടിക്കണം. ഇഫ് യു ഫീൽ ഹെഡ് ഏക്ക്, ഡിസിനെസ്, ഇമീഡിയറ്റ്ലി ഡ്രൈവ് ഓഫ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് താഴത്തേക്ക് പോകണമെന്ന് പറയണേ. ഇൻ കേസ് ഓഫ് മെഡിക്കൽ എമർജൻസി കോൺടാക്ട് അവർ MI റൂം ഓർ ലഡാക്ക് റെസ്ക്യൂ സെൻറ്റർ. ഇവിടെ പട്ടാളക്കാരുടെ ക്യാമ്പ് ഓഫീസും അവരുടെ റെസ്ക്യൂ സെൻ്ററൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനാണ് പറയുന്നത്. ഫോൺ പോക്കറ്റിലുണ്ട്. ഫോട്ടോ എടുക്കാം. പക്ഷെ മഞ്ഞാകെ ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട്. ചളിയായ മഞ്ഞാണ്. എന്തായാലും ഒരു ആഗ്രഹമല്ലേ, നീ പോയിട്ട് വാ. ആ ഹെൽമെറ്റ് ഇങ്ങോട്ട് വന്നേക്ക്. ചെല്ല് ഞാൻ ഫോട്ടോ എടുക്കാം. ഈ ഒരു ഇത്തിരി ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ മഞ്ഞുള്ളത്. പിന്നെ അങ്ങോട്ട് ഒരുപാട് മലയുടെ മുകളിലേക്ക് കയറി പോകണം. അത് പോസിബിൾ അല്ല. എല്ലാവരും ഇവിടെ ഈ കുറച്ച് മഞ്ഞ് ആസ്വദിക്കുന്നുണ്ട്. അയ്യോ, കയറിക്കോ, വീഴാതെ കയറിട്ടോ. ഷൂവിൻ്റെ അകത്തേക്ക് മഞ്ഞാവാതെ നോക്കണേ. പോട്ടെ. സാറില്ല ഒരു പ്രാവശ്യം വീണാലും കുഴപ്പമില്ല. മഞ്ഞിലാണ്. ആകെയുള്ളൊരു ഇത്തിരി മഞ്ഞില് എല്ലാവരും പാടെ തിരക്കാണ് ഫോട്ടോ എടുക്കാനും. പിന്നെ കുറെ ഈ ഗ്യാങ്ങായി വന്ന ആൾക്കാർ ഭയങ്കര ജോളിയാണ് കേട്ടോ. അവരിങ്ങനെ ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കുന്നു. നല്ല രസമാണ് അവിടെ ചെന്നിട്ട് മഞ്ഞ് മൊത്തം ചളിയായിട്ട് വൃത്തിയാക്കി.
അവിടുന്ന് ആ ഒരു പൊസിഷനിൽ കയറിയിട്ട് 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് കച്ചവടം ഉണ്ടാക്കേണ്ടി വന്നു അല്ലേ? അതായത് ഒരു കപ്പിള് ഫോട്ടോ എടുക്കണ്ടോ, ഒരു ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ട്, അവര് എടുത്തോണ്ടേ 100 ഫോട്ടോ എടുക്കുന്നത് പല പോസ്റ്റില്. ലാസ്റ്റ് അവരോട് മാറാൻ വേണ്ടിയാണ് ഫോട്ടോ എടുത്തേ. കണ്ടോ, ഇതാണ് ഇവിടുന്നുള്ള വ്യൂ കേട്ടോ. നല്ല തണുപ്പുണ്ട്. കാറ്റടിക്കുമ്പോൾ തണുപ്പിന്റെ ഒരു ഇത് കൂടി വരുന്നുണ്ട്. ചെറുതായിട്ടുള്ള അത്യാവശ്യം നമുക്ക് ശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? എന്താണ് കാറ്റിന് വീഴാണോ? നമുക്ക് അപ്പുറത്തൊക്കെ ഒന്ന് ചുറ്റിട്ട് നമ്മള് വെറുതെ നിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് കേറിയില്ലേ, അതാണ് അപ്പോഴാണ് ശ്വാസം പ്രശ്നമാവുക. കുഴപ്പമൊന്നുമില്ല, പോവാം. ഇവിടെ കണ്ടോ എത്ര വണ്ടികളും എത്ര ആൾക്കാരൊക്കെ നോക്കിയേ ഈ ഒരു സ്പോട്ടിലേക്ക് വേണ്ടി മാത്രം വരുന്നത്. ഇതിന്റെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് ഇവിടെ, ഇതിനകത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിയേഴ്സ് ഫോർ ഇന്ത്യ. എന്താ നിശ്ചയ കർദുംഗ്ല ടോപ്പ് നോർത്ത് പുലു. അത് ദൂരം ആണ് എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ കർദുംഗ്ല വ്യൂ പോയിന്റ് ആണ്. ആൾട്ടിറ്റ്യൂഡ് 17,982. ഐ വാസ് ഹിയർ at one of the highest motorable pass of the world. നമ്മളാ വന്ന വഴി ഇതേ ഇങ്ങനെ പോകട്ടോ ഈ റോഡ്. ഇതിനി നുബ്ര വാലിയൊക്കെ പോകുന്ന റോഡാണ്. ഇവിടുന്ന് ഏകദേശം 100 കിലോമീറ്റർ ആണ്. നമ്മളെന്തായാലും ഈ ഒരു ട്രിപ്പിൽ ഒരുപാട് ഏരിയകളൊന്നും അങ്ങനെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് കുട്ടികളെ വീട്ടിലാക്കി പോകുന്നതുകൊണ്ട് ഒരുപാട് ദിവസങ്ങളില്ല. നമുക്ക് ഉള്ള ദിവസത്തിൽ കാർഗിലും ശ്രീനഗറൊക്കെ ഒന്ന് കവർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നുബ്രയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ മുമ്പ് കവർ ചെയ്തതാണ്. ഇവിടെ ഒന്ന് വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാധിച്ചു. പിന്നെ ഇപ്പോൾ ചെറിയ രീതിയിൽ തലവേദന വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഒരു കുത്ത് ഇങ്ങനെ വരും. അത് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ AMSൻ്റെ പ്രശ്നമാണ്. നമുക്ക് ഒന്നുകൂടിയൊക്കെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ നോക്കിയിട്ട് പതുക്കെ താഴേക്ക് പോവാം. ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രം അവിടെ കുറച്ച് മഞ്ഞല്ലേ. ഇതിപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഈ ഭാഗത്ത് കുറച്ചുള്ളതുകൊണ്ട് മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കോഫിയൊക്കെ കഴിച്ചു കേട്ടോ. ഇനി ഒരുപാട് സമയം ഇവിടെ നിന്ന് റിസ്ക് എടുക്കണ്ട വിചാരിച്ചിട്ട് പോവല്ലേ. ഇനിയിപ്പോ 40 കിലോമീറ്റർ ഉണ്ട്. എന്റെ വിചാരം ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. എനിക്ക് എന്റെ വിചാരം 80 കിലോമീറ്റർ ഉണ്ടെന്നാണ്. ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും ഞാൻ ഓർത്തിട്ടുണ്ടാവുക. വലിയ ബുദ്ധിമുട്ടില്ല, നല്ല റോഡായിരുന്നു. ഞങ്ങൾ വരുന്നത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മണ്ണ് റോഡായിരുന്നു. ഇതിപ്പോ ഒരു കുറച്ച് ദൂരം മോശം റോഡുള്ളൂ. പണി നടന്നുകൊണ്ടിരിക്കുക തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ലേക്ക് എത്താം. പോവാം. നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു മലയാളി ടീംസിനെ കൂടി കണ്ടിട്ടോ. നിങ്ങൾ എന്തോ പറഞ്ഞല്ലോ, വിളിച്ചു പറഞ്ഞല്ലോ തിരിച്ചു വരുമ്പോൾ എടുക്കാന്ന് എന്തോ പറഞ്ഞില്ലേ? ഓക്കെ. അപ്പോഴാണ് ഞാൻ മലയാളീസാണെന്ന് മനസ്സിലാക്കിയിട്ട്. കണ്ണൂരല്ലേ സ്ഥലം പറഞ്ഞേ? പേര് അമൽ, ശ്രീജിത്ത്, ടിബിൻ, ടോണി. ഓക്കെ, നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് അല്ലേ? ഓക്കെ. നൈസ്. നേരത്തെ ഒരു ടീമിനെ കണ്ടേ, ഹിച്ച് ഹൈക്കിംഗ് ആണ്. അവരിങ്ങനെ ഭയങ്കര ജോലിയായിട്ട് ഡാൻസ് ഒക്കെ ചെയ്തിട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ടിട്ട് നടന്നു പോണു. ഹിച്ച് ഹൈക്കിംഗ് ആണ്. അപ്പൊ ഇപ്പൊ കർണൂരിൽ തിരിച്ച് ലേക്ക് നടക്കുകയാണ് അവര്. നടന്നു. മലയാളി. ഒരാള് മലയാളി, മറ്റൊരു മലയാളം പറയുന്നുണ്ട്. അവര് മംഗലാപുരാണ്. അപ്പൊ എല്ലാരും കണ്ണൂരാണ്. ഓക്കെ, ജോലിയായിട്ട്. എന്നിറങ്ങി? ഓക്കെ. ഏറ്റവും അടിപൊളിയായത് മണാലി പിന്നെ ലേ ബസ്സായിരുന്നു, ബസ് റൂട്ടായിരുന്നു. ഞാനൊരിക്കൽ ആഗ്രഹിച്ചിട്ടുള്ളതാണ് ആ റൂട്ടിൽ ബസ്സിൽ നിന്ന് വരണമെന്ന്. ഞാനും ആഗ്രഹിച്ചു വന്നു. ഞാൻ ബൈക്കിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് പിന്നെ കറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻസ് അങ്ങോട്ട് പോകണമെന്നുണ്ട്, ശ്രീനഗർ, കാർഗിലൊക്കെ. അപ്പോൾ പിന്നെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് അത് കാത്തു നിൽക്കേണ്ട വെച്ചിട്ട് ബൈക്ക് എടുത്തിട്ട് വന്നതാണ്. എന്റെ ഫ്രണ്ട് ആക്ച്വലി ഇപ്പൊ മണാലിയിലുണ്ട്. പുള്ളി ബസ്സിന് കയറാൻ നിൽക്കുന്ന. എന്താണ് കൊടുക്കാനുള്ള അഡ്വൈസ്? 5 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 8 മണിക്ക് എത്തുള്ളൂ രാത്രി. രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. എന്നാലും ഒരു ദിവസം ഒരു പകലോണ്ട് എത്തിയില്ലേ? ഞാൻ 3 ദിവസം കൊണ്ട് എത്തുന്നത്.
3 ദിവസം കൊണ്ട് എത്തി. ഇടയ്ക്ക് 2 സ്റ്റേ ചെയ്തു. പക്ഷെ ബൈക്കോടിക്കുമ്പോൾ ചില്ലറ പാടുന്നത് ഒരു പൊടിയുടെ റോഡ് കിട്ടി. എനിക്ക് ഒരു പൊടിയുടെ ഞാൻ മൊത്തം കാണാനായിരുന്നു. ഇവിടെ അതൊരു സർവീസ് ചെയ്താ, വാട്ടർ സർവീസ് ചെയ്താ. ഇതിപ്പം ബസ്സിലായതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കൂളായിട്ട് കടന്നു പോകുന്നു. ഗ്ലാസ് ഉണ്ട്, ഫുൾ മൂടിയ ബസ്സായിരുന്നു. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ ഞാൻ സന്തോഷം. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിട്ടോ. തൊണ്ട ചെറിയ പ്രശ്നം. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടൊന്ന് കുളിച്ചൊക്കെ ഫ്രഷായി. കമ്പാരിറ്റീവ്ലി പണ്ട് പോയതിനേക്കാളൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇപ്പോൾ കാർദുംഗ്ല യാത്രയൊക്കെ. റോഡൊക്കെ വളരെ കുറച്ചില്ലേ, നല്ല റോഡായിരുന്നു. അത് 40 കിലോമീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നതൊരു 4-5 കിലോമീറ്റർ മാക്സിമം പോയി കഴിഞ്ഞാൽ മോശം റോഡുണ്ടാവും. ബാക്കിയൊക്കെ നല്ല സൂപ്പർ റോഡാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് പോയി വരാൻ. ഡ്രൈവ് ചെയ്യുമ്പോഴും റൈഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് മാത്രം. കാരണം വീതി കുറഞ്ഞ റോഡാണ്, താഴത്ത് ഭയങ്കരമായ വലിയ കൊക്കയായിരിക്കും. പിന്നെ അവിടെ മോളിൽ വെച്ചിട്ട് നമ്മൾ ഒരു ടീമിനെ കണ്ടു, ഒരു ഫാമിലിനെ കണ്ടു കേട്ടോ. അതായത് കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ഒരു മലയാളി ജവാന്റെ വൈഫും പിന്നെ മോനാണെന്ന് തോന്നുന്നു അല്ലേ. ഞങ്ങൾ അവരുടെ ക്യാമറേൻ്റെ മുമ്പിൽ കൊണ്ടുവരാതിരുന്നതാണ്. അവർ ഈ കാർഗിൽ വിജയ് ദിവസം ഉണ്ടല്ലോ, കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ച ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്ക് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാർഗിൽ വന്നതാണ്. അപ്പോൾ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അവർ. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഒരുമാതിരി അല്ലേ, 22 കൊല്ലം മുമ്പ് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടാണ്. സന്തോഷ് കുമാറോ അല്ലേ പേര് പറഞ്ഞത്. ശരിക്കും കൂടെ ഉള്ളത് ഞങ്ങൾ ഒരുപാട് നേരം ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് അവരെ ഫ്രീ ആക്കി ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം പോന്നു. അവരുടെ കൂടെ ഉള്ളത് മോനാണെങ്കിൽ ഒരു പക്ഷേ മോന് ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കും അല്ലേ, ഒരു 22 വയസ്സൊക്കെ ആവാൻ തന്നെ ചാൻസ് ഉള്ള മോന്. എന്തായാലും അവരെ കണ്ടപ്പോൾ ഒരു വിഷമം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. നമ്മൾ പിന്നെ നെക്സ്റ്റ് പോകാൻ പോകുന്നതും കാർഗിലിലേക്കാണ്. അതൊക്കെ ഓർത്തപ്പോഴാണ് നമ്മൾ ആ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയത്. കാർഗിൽ യുദ്ധം തുടങ്ങാൻ ഉണ്ടായ കാരണം, അപ്പോൾ ദ്രാസ് സെക്ടറിലേക്കുള്ള പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ ആ ഒരു വരവ്, ആ ഒരു ദ്രാസ് സെക്ടറൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതൊക്കെ കാണാം അല്ലേ. ഇപ്പോൾ ഇനി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വേറൊന്നുമില്ലല്ലോ, വേറൊന്നുമില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. ബൈ.